സമാന്തര ശ്രേണികളെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയ ചില വിവരങ്ങൾ വെച്ച് നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ചോദ്യം എന്താ? സമാന്തര ശ്രേണി ഉണ്ടാക്കാം. 4 ചോദ്യങ്ങളുണ്ട്. ആദ്യ പദം 1, രണ്ടാം പദം 11. രണ്ടാമത്തെ എന്താ? ആദ്യ പദം 1, മൂന്നാം പദം 11. അടുത്തത് മൂന്നാം പദം 37, ഏഴാം പദം 73. നാലാമത്തെ ചോദ്യം 3 ചോദ്യത്തിലെ, അതായത് ഈ മൂന്നാം ചോദ്യത്തിലെ, 3 ചോദ്യമല്ല, മൂന്നാം ചോദ്യത്തിലെ 25-ാം പദം കാണുക. ഇങ്ങനെ 4 ചോദ്യമുണ്ട്. ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം കാണണ്ടേ? അത് എളുപ്പത്തിൽ ചെയ്യണ്ടേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? ഓക്കെ. ഒന്നാമത്തെ എന്താ? ആദ്യ പദം 1. ആദ്യ പദം 1 എന്നുള്ളത് നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? xn. x1. അതെത്രയാണ്? 1. ആദ്യ പദം 1. പിന്നെ എന്തുള്ളത്? രണ്ടാം പദം, അതായത് രണ്ടാം പദം 11. അപ്പൊ ഇത് ഒന്നാം പദം 1ഉം രണ്ടാം പദം 11 തന്നിട്ടുണ്ട് അല്ലെ? അപ്പോ 1, 11. ഇത് സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാം പദം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പൊതു വ്യത്യാസം നോക്കിയാൽ മതിയല്ലോ. ആദ്യ പദം 1ഉം രണ്ടാം പദം 11ഉം ആണെങ്കിൽ പൊതു വ്യത്യാസം എങ്ങനെ കാണും? 11 മൈനസ് 1, അതായത് 10 ആണ് പൊതു വ്യത്യാസം. മൂന്നാം പദം എങ്ങനെ കാണും? ഈ രണ്ടാം പദത്തോട് ഈ പൊതു വ്യത്യാസം കൂട്ടിയാൽ മതിയല്ലോ. 10 കൂട്ടണം, എത്രയാ? 21. നാലാം പദം വീണ്ടും 10 കൂട്ടണം, 31. ഇങ്ങനെ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 1, 11, 21, 31, 41, 51. ഇങ്ങനെ പൊതു വ്യത്യാസം 10 കൂട്ടി പോകുന്നു. ക്ലിയർ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ആദ്യ പദം 1, ആദ്യ പദം അതായത് x1, അത് എത്രയാ? 1. മൂന്നാം പദം 11. മൂന്നാം പദമാണ് 11. നേരത്തെ രണ്ടാം പദമായിരുന്നു, അപ്പൊ പ്രശ്നമില്ല. ഇത് മൂന്നാം പദം തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ശ്രേണി, സമാന്തര ശ്രേണി ഇങ്ങനെ എഴുതാം. 1 തുടങ്ങി, ഇവിടെ സംഖ്യയില്ല, രണ്ടാം പദം തന്നിട്ടില്ല, മൂന്നാം പദമാണ് തന്നിട്ടുള്ളത് 11. അപ്പൊ രണ്ടാം പദം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? രണ്ടാം പദം കണ്ടുപിടിക്കണമെങ്കിൽ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കിട്ടണം. പൊതുവ്യത്യാസം കാണണം എങ്ങനെയാ? ഇതിൽ നിന്ന് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കാം, അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറക്കാം, അങ്ങനെയല്ലേ? പക്ഷെ ഇവിടെ രണ്ടാം പദം തന്നിട്ടില്ല. അത്തരം സന്ദർഭത്തിൽ എന്താ ചെയ്യാം? ഇത് മൂന്നാം പദമാണ്, ഇത് ഒന്നാം പദമാണ്. ഇതിൽ നിന്ന് ഇത് കുറക്കുക. ഈ സ്ഥാനത്തിൽ നിന്ന്, ഇത് മൂന്നാമത്തെ പദമാണ്, അതാണ് സ്ഥാനം 1. ഇത് ഒന്നാമത്തെ പദമാണ്, അതായത് സ്ഥാനം 1. ഈ സ്ഥാനത്തിൽ നിന്ന് ഈ സ്ഥാനം കുറക്കുക. 3ൽ നിന്ന് 1 കുറക്കുക, എത്രയാ? 2. അതോടൊപ്പം ഈ പദത്തിൽ നിന്നും ഈ പദം കുറക്കുക. മൂന്നാം സ്ഥാനത്തെ പദത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെ പദം കുറക്കുക, അത് എത്രയാ? 10. ഇവ തമ്മിലുള്ള വ്യത്യാസം 10. ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2. പൊതു വ്യത്യാസം എങ്ങനെ കാണും? 10/2, അതായത് 5 ആണ് പൊതു വ്യത്യാസം. ക്ലിയർ? ഒന്നാം സ്ഥാനത്തെ പദവും മൂന്നാം സ്ഥാനത്തെ പദവുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പൊതു വ്യത്യാസം കാണണമെങ്കിൽ രണ്ടാമത്തെ പദം, തൊട്ടടുത്ത പദം തന്നിട്ടില്ല. അപ്പൊ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 3ഉം 1ഉം, അത് 2. പിന്നീട് ആ സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, അത് 10. ആ വ്യത്യാസത്തെ ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് കിട്ടി? 5. ഇതാണ് പൊതുവ്യത്യാസം, ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ പൊതുവ്യത്യാസം. ഇനി പ്രശ്നമില്ല. എന്താ? രണ്ടാമത്തെ പദം കിട്ടാൻ എന്ത് വേണം? 1നോട് ഈ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതിയല്ലോ. 6 കിട്ടും. 1, 6, 11,
16 ഇങ്ങനെ ഈ ക്രമത്തിലാണ് രണ്ടാമത്തെ ശ്രേണി പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാം പദം 37, അതായത് എക്സ് 3 ആണ് 37. പിന്നെയോ ഏഴാം പദം എക്സ് 7 73. ഇവിടെ ഇപ്പൊ ഒന്നാം പദവും രണ്ടാം പദവും ഇല്ല. മൂന്നാം പദത്തിൽ നിന്ന് പിന്നെ 4, 5, 6 കഴിഞ്ഞിട്ട് ഏഴാം പദത്തിലാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് സമാന്തര ശ്രേണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മോ, വിഷമുള്ള ചോദ്യമാണല്ലേ എന്നാണ് വിചാരം. നോക്കാം, രണ്ടാമത്തെ കണക്ക് എങ്ങനെയാ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് നോക്കാം. അപ്പൊ മൂന്നാം പദം എന്ന് പറഞ്ഞാൽ ഒന്നാം പദം ഇല്ല, രണ്ടാം പദം ഇല്ല, മൂന്നാം പദം 37. പിന്നെ ഏഴാം പദമാണ്. അപ്പൊ നാലാം പദം ഇല്ല, അഞ്ചാം പദം ഇല്ല, ആറാം പദം ഇല്ല, ഏഴാം പദം 73. അപ്പൊ ഇത് മൂന്നാം പദമാണ്, ഇത് ഏഴാം പദമാണ്. എന്ത് വേണം നമുക്ക്? പൊതുവ്യത്യാസം കിട്ടണം. പൊതുവ്യത്യാസം കിട്ടാൻ എന്താ വഴി? ആദ്യം ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഏഴാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം കാണുക. 73 മൈനസ് 37 എത്ര കിട്ടി? 36. 36 എന്ന് പറയുന്നത് എന്താണ്? ഈ ഏഴാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ഇനി എന്താ വേണ്ടത്? ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 7, 3. 7 മൈനസ് 3 അത് എത്രയാ? 4. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടി, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടി. ഇനി എന്താ പൊതുവ്യത്യാസം കാണുന്നത്? എന്താ വേണ്ടത്? ഇതിനെ, അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് ചെയ്യണം? സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 9. ഈ 9 എന്ന് പറയുന്നത് എന്താണ്? അത് പൊതുവ്യത്യാസമാണ്. അപ്പോ രണ്ടാമത്തെ പദം കിട്ടുമല്ലേ? എങ്ങനെയാ? 37 നിന്ന് 9 കുറച്ചാൽ മതിയല്ലോ, 28. അടുത്തതോ 28 നിന്ന് 9 കുറക്കുക, 19. നാലാം പദം 37, 9, 46, 9, 55, 9, 64, 9, 73, 82. ഇങ്ങനെ കിട്ടിയില്ലേ? എളുപ്പമാണ് അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. നാലാമത്തെ ചോദ്യം. മൂന്നാം ചോദ്യത്തിലെ 25-ാം പദം കാണുക. അപ്പൊ ഇവിടെ നമുക്കിപ്പം 1, 2, 3, 4, 5, 6, 7 പദം കിട്ടി. ഇതിങ്ങനെ ഇങ്ങനെ 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 പോകണം. എന്നിട്ട് 25-ാം പദം കാണണം. അതിനെന്താ വഴി? 25-ാം പദം കാണാൻ 19, 28, 37, 46, 55 ഇങ്ങനെ പോകും. ഇതിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കുന്ന എന്താണ്? 25-ാം പദമാണ്. അതാണ് ചോദ്യം. നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താ? അത് പൊതുവ്യത്യാസം കാണുന്നതുമായി ബന്ധപ്പെട്ട അല്ലേ? അതെന്തായിരുന്നു? സംഖ്യകളുടെ ഓരോ സ്ഥാനത്തെയും പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനത്തിന്റെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ചാക്കാം. എന്താ തിരിക്കുക? എങ്ങനെ തിരിക്കുക? അത് നോക്കാം. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? x1 എത്രയാണ്? 19. പൊതുവ്യത്യാസം d എത്രയാണ്? 9. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത് കിട്ടിയതാണ്. പൊതുവ്യത്യാസം 9. ഇനി കണ്ടുപിടിക്കുന്നത് എന്താണ്? 25-ാമത്തെ പദം. ക്ലിയർ? ഈ 3 കാര്യം മനസ്സിലായല്ലോ. ആദ്യ പദം, ഈ ശ്രേണിയിലെ ആദ്യ പദം 19, അതാണ് ഇതിന്റെ പൊതുവ്യത്യാസം. 19, 9, 28 പൊതുവ്യത്യാസം. ചോദ്യം എന്താണ്? 25-ാം പദമാണ്. അതാണ് x25. ഇനി നമ്മൾ നേരത്തെ 3 നമുക്ക് ചെയ്തപ്പോ ഉപയോഗിച്ച ഒരു വഴിയുണ്ടല്ലോ. ആ വഴി എന്താ? ആ വഴി ഇതാണ്. ഈ
സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഹരിച്ചാൽ പൊതുവ്യത്യാസം കിട്ടും അല്ലെ? സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? 25 മൈനസ് 1, അതായത് 24. ഓർമ്മിക്കണേ, ഇത് ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് 25-ാം പദമാണ് കാണേണ്ടത്, അതാണ് 25, ആ സ്ഥാനമാണ്. ഈ ഒന്നാം പദം നമുക്ക് തന്നതാണ്, 19 തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 1 എന്ന് ഉപയോഗിച്ചത്. അപ്പൊ 25-ൽ നിന്ന് 1 കുറച്ചാൽ 24 കിട്ടും. ഇത് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലെ? ഇതിലെ പദം ഏതാണ്? പദം നമുക്കറിയാം, നമുക്കത് എക്സ് എടുക്കാം. പദം എക്സ് മൈനസ് ഇവിടുത്തെ പദം എത്രയാണ്? 19 അല്ലെ? ആ വ്യത്യാസത്തെ ഇതുകൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. ഓർമ്മിക്കുക, ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എക്സ് എന്ന് പറയുന്നത് 25-ാമത്തെ പദമാണ്. അത് വെച്ച് നമുക്ക് ഇനി അങ്ങോട്ട് ഇതിന്റെ ഉത്തരം കാണാം അല്ലെ? എങ്ങനെ കാണും? ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? എക്സ് മൈനസ് 19 ഹരിക്കണം 24 സമം 9 അല്ലെ? അപ്പൊ ഈ ഹരിക്കണം 24 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, സമത്തിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 19 സമം 24 ഗുണിക്കണം 9. 24 ഗുണിക്കണം 9 എത്രയാ? എത്ര വരും? 9 4 36, 9 2 18, 216. എക്സ് മൈനസ് 19 സമം 216. എക്സ് സമം എന്ത് വരും? ഈ മൈനസ് 19 ഇങ്ങോട്ടേക്ക് വരും അല്ലെ? അപ്പൊ 216 പ്ലസ് 19, അതായത് 235 ആണ് ഇതിന്റെ ഉത്തരം. അതായത് ഈ സീരീസിലെ മൂന്നാമത്തെ സമാന്തര ശ്രേണിയിലെ 25-ാമത്തെ പദം എന്താണ്? 235. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതിന് ഒരു ചെറിയൊരു എളുപ്പ വഴി കൂടി പറയാം. ഇങ്ങനെ വരുമ്പോ 25-ാമത്തെ പദം കാണാനുള്ള എളുപ്പ വഴി ഒന്നുകൂടെ പറയാം. സിമ്പിൾ ആയിട്ട് അത് ഇതാണ്: എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതേ വഴി തന്നെയാണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? 19. എൻ എന്ന് പറയുന്നത് 25-ാമത്തെ പദം. 25-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഇവിടെ 25-ാം പദം 25. എൻ എന്ന് പറയുന്നത് ഇവിടെ 25. 25 മൈനസ് 1 എത്രയാണ്? 24. ഡി എന്ന് പറയുന്നത് 9. നമ്മൾ അതല്ലേ ചെയ്തിരിക്കുന്നത് അല്ലെ? 24 ഗുണിക്കണം 9 216. ആ 216നോട് എന്ത് കൂട്ടി? 19 ആദ്യ പദം കൂട്ടി. അതാണ് എന്ത് കിട്ടിയത്? 235. നമ്മള് ഇതാ ഈ സൂത്രവാക്യം മനസ്സിലാക്കി വെച്ചാൽ മതി. എഫ് എന്ന് പറയുന്നത് ആദ്യ പദമാണ്, ഇവിടെ 19. എൻ എന്ന് പറയുന്നത് 25-ാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എൻ സമം 25. അതിൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പൊ 24 കിട്ടും. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. ഓക്കെ, അപ്പൊ ഈ 4 ചോദ്യം അതിന്റെ ഉത്തരം ചെയ്തു കഴിഞ്ഞു, അത് ചെയ്യാൻ പഠിച്ചു. അതിൽ നിന്ന് നാം എത്തിച്ചേരുന്ന സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിഗമനം എന്താണെന്ന് നോക്കാം. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്താ? സമാന്തര ശ്രേണിയിൽ നിന്ന് ഏത് 2 പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതു വ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ്. അതപ്പോ ചെയ്ത് എന്താ? സമാന്തര ശ്രേണിയിൽ ഏത് 2 പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം വെച്ച് ഒന്നുകൂടെ ചെയ്തു നോക്കാം. ആ ഉദാഹരണമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ഉദാഹരണത്തിൽ നിന്ന് ഇതിലേക്ക് ഒന്ന് പോകാം. എന്താ ഇവിടെ തന്നിരിക്കുന്നത്? 6, 11, 16, 21, 26 ഇങ്ങനെ ശ്രേണി.
ഇതില് നമുക്ക് ഏതെങ്കിലും രണ്ട് പദങ്ങൾ എടുക്കുക. ഈ 11ഉം ഈ 26 ആകട്ടെ. 11 എന്ന് പറയുന്നത് എന്താണ്? അത് രണ്ടാമത്തെ പദമാണ്. രണ്ടാമത്തെ പദമാണ് 11. 26 3 4 5 അത് അഞ്ചാമത്തെ പദമാണ്. 26 അഞ്ചാമത്തെ പദം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സമാന്തര ശ്രേണിയിൽ നിന്ന് ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം. അപ്പം ഇതില് അഞ്ചാമത്തെ പദം 26, രണ്ടാമത്തെ പദം 11. അപ്പൊ 26 മൈനസ് 11, രണ്ട് പദങ്ങൾക്ക് വ്യത്യാസം. ഇതൊന്നും ഉദാഹരണത്തിന് രണ്ട് പദങ്ങൾ എടുക്കുന്നു. ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം? അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും. അവരുടെ സ്ഥാനം എത്രയാ? 5 2. അപ്പൊ അതിന്റെ വ്യത്യാസം 5 മൈനസ് 2 എത്രയാണ്? 3. ഈ ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്താണ്? 11 മൈനസ് 6, അതായത് ഡി സമം എത്രയാണ്? 5 ആണ്. 11 മൈനസ് 6, ഇതാണ് പൊതു വ്യത്യാസം. ഇവയുടെ ഗുണനഫലമാണ് 26 നിന്ന് 11 കുറച്ച് എത്രയാ? 15. 5 ഗുണിക്കണം 3 എത്രയാ? അതും 15. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സമാന്തര ശ്രേണിയിൽ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതു വ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ്. ശരിയാണ്. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 15, അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3, പൊതു വ്യത്യാസം 5. അത് ഗുണിച്ചാൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഏത് സംഖ്യ എടുത്ത് ഏത് പദങ്ങളും ഏത് സ്ഥാനം എടുത്ത് നോക്കിയാൽ ഇത് ശരിയാണെന്ന് മനസ്സിലാകും. നിങ്ങൾ സ്വന്തമായി ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കുക. എന്നിട്ട് ഈ തത്വം അത് ശരിയാകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഓക്കെ, അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഒരു സംഖ്യ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ചോദ്യം മനസ്സിലാക്കിയോ? ഒരു സമാന്തര ശ്രേണി, ആ സമാന്തര ശ്രേണി ആദ്യത്തെ ഒരു 4 പദങ്ങൾ തന്നു. പിന്നീട് എത്രയോ അപ്പുറത്തുള്ള ഒരു സംഖ്യ തന്നിട്ട് അത് ഈ ശ്രേണിയിൽ പെടുമോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാകും? ഒരു ഉദാഹരണം ഇതാ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സമാന്തര ശ്രേണി 19 28 37 ഇങ്ങനെ പോകും. ഇപ്പൊ നമുക്ക് കിട്ടിയ സമാന്തര ശ്രേണിയാണ്, നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലെ ഇതിന്റെ പൊതു വ്യത്യാസമൊക്കെ. അതില് 1000 എന്ന ഒരു സംഖ്യ ഈ ശ്രേണിയിൽ ഇങ്ങനെ 28 37 പൊതു വ്യത്യാസം 9 ആണല്ലോ. 46 55 66 ഇങ്ങനെ കൂട്ടി 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 സമാന്തര ശ്രേണികൾ ഇങ്ങനെ പോയിക്കൊടുക്കുമ്പോൾ 1000 അതിന്റെ ഇടക്കുള്ള സംഖ്യയൊക്കെ വരുമല്ലോ. 1000 അതിനകത്ത് പെടുമോ? ഇപ്പൊ 37 പെടുന്നുണ്ടല്ലോ. ഈ സമാന്തര ശ്രേണിയിൽ 37 പെടുന്നുണ്ട്, 28 പെടുന്നുണ്ട്, 19 പെടുന്നുണ്ട്, 46 പെടും, 55 പെടും. അതൊക്കെ അടുത്തടുത്ത സംഖ്യ നമുക്കറിയാം അല്ലെ. 1000 എന്ന സംഖ്യ പെടുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? കടുപ്പാണ്. ഇത്രയുള്ളൂ. ഈ പദത്തിൽ നിന്ന് 1000 എന്ന് പറയുന്ന പദമാണ് അല്ലെ. അതിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരു പദം കുറക്കുക. ഇത് കുറക്കുക, 19 കുറക്കുക. 1000 നിന്ന് 19 കുറച്ചാൽ എത്ര കിട്ടും? 981. മനസ്സിലായല്ലോ? ആ 981നെ പൊതു വ്യത്യാസത്തിനായി ഇതിന്റെ നേരത്തെ നമുക്ക് കിട്ടിയല്ലേ 9 കൊണ്ട് ഹരിക്കുക. ഹരിച്ചാല് 9 9 1, 81 9 109 കിട്ടി. ശിഷ്ടമല്ല, കൃത്യമായിട്ട് തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 1000 എന്ന ഈ പദം സമാന്തര ശ്രേണിയിലെ അംഗമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമുണ്ട്. 100 മുതലുള്ള 10ന്റെ ഏത് കൃതിയും ഈ ശ്രേണിയിലെ പദമാണോ? ഇതിൽ ഒന്നാമത്തെ ചോദ്യം 1000 ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 100 മുതലുള്ള 10ന്റെ ഏത് കൃതിയും ഈ ശ്രേണിയിലെ അംഗമാണ്. രണ്ടാമത്തെ ചോദ്യം 1000 ഈ ശ്രേണിയിലെ ഒരു പദമാണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 100 മുതലുള്ള 10ന്റെ ഏത് കൃതിയും. ഇപ്പൊ 100 മുതലുള്ള 10ന്റെ ഏത് കൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? 100 തുടങ്ങുന്നു. അടുത്ത 10ന്റെ കൃതി ഏതാ? 100 എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കോ? 10ന്റെ കൃതി ഏതൊക്കെയാ? 10 ഘാതം 1, 10 ഘാതം 2, 10 ഘാതം 3, 10 ഘാതം 4,
10 ഘാതം 5 ഇങ്ങനെ പോകും. അല്ലാതെ 100, 200, 300, 400 എന്നല്ല കേട്ടോ. അപ്പൊ തെറ്റി പോകും. അത് 10ന്റെ കൃതിയല്ല. 100 10ന്റെ കൃതിയാണ്, പക്ഷെ 200 10ന്റെ കൃതിയല്ല. 10ന്റെ കൃതി എന്ന് പറയുന്നത് 10 ഘാതം 1, 10 ഘാതം 2, 10 ഘാതം 3. 10 ഘാതം 1 എത്രയാ? അതാണ് 10. പക്ഷെ നമുക്കിവിടെ 100 നിൽക്കണം മതി. അതുകൊണ്ട് 10 ഘാതം 2 100. 10 ഘാതം 3 എത്രയാ? 1000. 10 ഘാതം 4 അതിന്റെ കൂടെ പിന്നെ ഒരു 0 ഇട്ടാൽ മതി. 10000. പിന്നെ 1,00,000. ഇങ്ങനെ പോകും. അത് 1000 ഇതിന്റെ ഒരു പിന്നെ പദമാണെന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞു അല്ലേ? ഇനി 100 എങ്ങനെ ചെയ്യാം? 100 എന്ന പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുക. എത്ര കിട്ടും? 81. അതിനെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 9 കിട്ടിയില്ലേ? അപ്പൊ 100 ഇതിനകത്ത് പെടും. ഇനി 10,000 നോക്കാം. 10,000 മൈനസ് 19 അല്ലേ? എത്ര വരും? 9,981. അതിനെ എന്ത് ചെയ്യാം? 9 കൊണ്ട് ഹരിക്കുക. അപ്പൊ 1 1 109 1108 അല്ലേ? അപ്പം ഇതും അതിലെ ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ 100, 1000, 10,000 നമ്മളിനി ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 എടുത്തപ്പോൾ തന്നെ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, 100 മുതലുള്ള 10ന്റെ ഏത് കൃതിയും ഈ ശ്രേണിയിലെ പദമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം പദമാണ്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം ചെയ്തു നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള സമാന്തര ശ്രേണികളിലെ വിട്ട പദങ്ങൾ കണ്ടെത്തുക. 6 ചോദ്യമാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ ഒന്ന് സ്വന്തമായി ചെയ്ത് നോക്കണേ. ഒന്നാമത്തെ ചോദ്യം 24, 42 ഡാഷ് ഡാഷ് വിട്ട പദം. രണ്ടാമത്തത് ആദ്യ പദം തന്നിട്ടില്ല. രണ്ടാമത്തെ പദം 24, 42 വീണ്ടും നാലാമത്തെ പദം. മൂന്നാമത്തെ ചോദ്യം ആദ്യ 2 പദങ്ങളില്ല. മൂന്നാമത്തെ പദം 24, 4, 42. നാലാമത്തെ ചോദ്യം ആദ്യ പദം 24, രണ്ടാം പദമില്ല. മൂന്നാം പദം 42, നാലാം പദമില്ല. അഞ്ചാമത്തെ ചോദ്യം ആദ്യ പദമില്ല, രണ്ടാമത്തെ പദം 24, മൂന്നാമത്തെ പദമില്ല, നാലാം പദം 42. ആറാമത്തെ ചോദ്യം 24 ഡാഷ് ഡാഷ് 42. ഇങ്ങനെ 6 ശ്രേണികൾ തന്നിട്ടുണ്ട്. എല്ലാത്തിലും 2 പദങ്ങൾ തന്നിട്ടുണ്ട്. 24, 42. പക്ഷെ വ്യത്യസ്ത സ്ഥാനങ്ങളിലുള്ളത്. അപ്പോ ഈ സീരീസ് നിങ്ങൾ അന്ന് പൂരിപ്പിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 24, 42 ഡാഷ് ഡാഷ്. ഇത് സിമ്പിൾ ആണ് അല്ലേ? 24ന്റെ കൂടെ 42 പൊതു വ്യത്യാസം എത്രയാ? 18. അപ്പോ 24, 18, 42. 42, 18, 60. 60, 18, 70. അതാണ് ഇതിന്റെ ശ്രേണികൾ. വിട്ട 2 പദങ്ങൾ. ഇനി രണ്ടാമത്തെ എന്താ? 24, 42 ഡാഷ്. ഇത് 2 അടുത്തടുത്ത പദങ്ങൾ തന്നിട്ടുണ്ട്. 24, 42. അപ്പൊ പൊതു വ്യത്യാസം എത്രയാ? 18 തന്നെ. അപ്പൊ ഒന്നാമത്തെ പദം എങ്ങനെ കാണും? 24 18 കുറക്കുക. അപ്പൊ 6. 6, 24, 42, 60. 42, 18, 60. ഇതാണ് മൂന്നാമത്തത്. ഇതാണ് രണ്ടാമത്തെ ശ്രേണി. ഇനി മൂന്നാമത്തെ എന്താ? 24, 42. ഇതില് 2 എടുത്തെടുത്ത പദം തന്നിട്ടുണ്ട്. അപ്പം പൊതു വ്യത്യാസം കാണാം. 4ൽ നിന്ന് നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറച്ചാൽ മതി. 18 അല്ലേ? അപ്പം 24 18 കുറച്ച 6 കിട്ടും. 6ൽ നിന്ന് ഇനി എന്താ വേണ്ടത്? 18 കുറയ്ക്കുക വേണ്ടത് അല്ലേ? അപ്പൊ എന്താ വരിക? -18. 6 -18. 18 പൊതു വ്യത്യാസം. അപ്പൊ ഇതിൽ നിന്ന് കുറയ്ക്കാണ് വേണ്ടത്. ഇതിൽ നിന്ന്. അപ്പം 6ഉം 18 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12. പക്ഷെ ഇവിടെ വലിയ സംഖ്യ മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പം -12 അല്ലെങ്കിൽ -12.
അതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. നാലാമത്തെ എന്താ? 24-42 ഇവിടെ പൊതുവ്യത്യാസം കാണണമെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ? അടുത്തടുത്ത സംഖ്യ അല്ല, ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവുമാണ്. അപ്പൊ എന്താ വേണ്ടത്? ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക അല്ലെ? എത്രയാ? 18. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക എത്രയാ? 2. ആ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 9. ഇതാണ് ഇതിലെ പൊതുവ്യത്യാസം. അപ്പൊ എന്ത് വരും? 24-9 30. 24-9 കൂടെ കൂട്ടിയാൽ 33. 33-9 42. 42-9 51. ഇതാണ് നാലാമത്തെ ശ്രേണി. ഇനി അഞ്ചാമത്തെ എന്താ? 42. ഇതാണ്. ഇതും 24-42 രണ്ടാമത്തെ പദം നാലാമത്തെ പദം. വ്യത്യാസം കണ്ടിട്ട് സ്ഥാനങ്ങൾ തമ്മിൽ വ്യത്യാസം കൊണ്ട് ഹരിക്കുക. 42-ഉം 24 തമ്മിൽ വ്യത്യാസം എത്രയാണ്? 18. 4-ഉം 2 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. 18 2 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പൊ ഇതിന്റെ പൊതു വ്യത്യാസം 9. 24-ൽ നിന്ന് 9 കുറച്ചാൽ 15. 15-ഉം 9 24 9 33 9 42. ഇതാണ് ഇതിന്റെ ഉത്തരം. അടുത്തെന്താ? 24-42. ഇതില് ഒന്നാമത്തെ പദവും നാലാമത്തെ പദവും തന്നിരിക്കുന്നത്. അപ്പോ എന്താ വേണ്ടത്? 42-ൽ നിന്ന് ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 42 മൈനസ് 24 അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 18. ഇനി ഈ പദങ്ങൾ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 മൈനസ് 1 എത്രയാ? 3. ആ 3 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 6 ആണ് ഇതിന്റെ പൊതു വ്യത്യാസം. അപ്പൊ 24-ഉം 6-ഉം 30. 30-ഉം 6-ഉം 36. 36-ഉം 6-ഉം 42. ഇതാണ് 6 ചോദ്യങ്ങൾ. ഇതാണ് അതിന്റെ ഉത്തരങ്ങൾ. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് ചെയ്തു നോക്കാം. കുറെ പ്രവർത്തനങ്ങൾ കൂടി ചെയ്ത് പഠിക്കാനുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ളത്. ഓക്കെ.